ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്രയും പെട്ടെന്ന് രോഹിത്തിലൂടുണ്ടായ ക്ഷീണം പരിഹരിക്കണം. രാഘവേട്ടൻ പറഞ്ഞു വരുന്നത് എന്താ? ഉണ്ടായ പിഴവടയ്ക്കണമെന്ന്. കിട്ടിയ അടിയെ തിരിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഒന്നും പിന്നത്തേക്ക് ബാക്കി വെക്കരുത്. നാളെ രാവിലെ ചായക്കുള്ളത് ഞാൻ കൊണ്ടുവരാം. ഞങ്ങള് രണ്ടുപേരുടെ കാര്യല്ലേ ഉള്ളൂ. അതിപ്പോ ഞങ്ങള് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിച്ചോളാം. അമ്മ വെറുതെ ബുദ്ധിമുട്ടി കൊണ്ടുവരണമെന്നില്ല. ആ എങ്കില് ഉച്ചയ്ക്ക് ചോറും കറികളുമായിട്ട് ഞാൻ വന്നോളാം. ക്യാൻറ്റീനിലെ ഭക്ഷണമൊന്നും മോൾക്ക് പിടിക്കില്ല. അതെ അതെ, രണ്ടമ്മമാരും കൂടെ ഈ ആശുപത്രി വാസം ഒരു മത്സരമാക്കി മാറ്റാൻ പോവാന്നോ? അതൊക്കെ അവർ രണ്ടുപേരുടെ എന്താന്ന് വെച്ചാ സൗകര്യം പോലെ ചെയ്യട്ടെ. നിങ്ങൾ രണ്ടുപേരും ഇപ്പം വീട്ടിലോട്ട് ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ? ആ എന്നാ പിന്നെ പോട്ടെ മോളെ. ഇല്ലെങ്കിൽ പിന്നെ നിന്റെ ഈ അച്ഛനില്ലേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എടാ മക്കളെ, നീ ഇവിടെ തന്നെ കാണണം, എന്തെങ്കിലും വിളിക്കണം. പോട്ടെ മോളെ, പോയിട്ട് വരാം കേട്ടോ. മക്കളെ പോട്ടെ. അപ്പേ ഇനി യാത്രയില്ല. ഡാ നോക്കണം. വാ രാഘവേട്ട. രണ്ടമ്മമാർക്കും ഒട്ടും ഇഷ്ടമില്ല. അതെ അതെ. ആ പിന്നെ ആ രേഷ്മ വിളിച്ചിരുന്നു, തിരിച്ചു വിളിക്കണേ. അത് ശരി, തനിക്ക് വേണ്ടി സംശയം തുടങ്ങിയ? എനിക്കേ അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ എന്താ വിഷ്ണുവിനെ പറ്റിയേ? റോഡിൽ വെച്ച് സുഖമില്ലാതായെന്ന് രേഷ്മ പറഞ്ഞല്ലോ. അത് ഈ ചൂടിന്റെ എന്ത് വെയിലായിരുന്നറിയോ? ഫുൾ ടൈം വെയിലുള്ളായിരുന്നല്ലോ. അതിൻ്റെ ഒരു തലവേദന തലകറക്കൊക്കെ ആയിരുന്നു. അതപ്പ തന്നെ മാറി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. എന്നിട്ട് വിഷ്ണുവേട്ടൻ എന്താ അക്കാര്യം രേഷ്മയെ വിളിച്ച് പറയാതിരുന്ന്? അതിന്റെ കാര്യമൊന്നുമില്ല. കാര്യമുണ്ട്. വിഷ്ണുവേട്ടന്റെ ആ സമയത്ത് ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണല്ലോ ഇങ്ങനെ വിളിച്ച് ചോദിച്ചേ. അപ്പൊ കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് തിരിച്ചു വിളിച്ച് പറയേണ്ടതല്ലേ? അപ്പൊ ഞാൻ വിളിക്കുന്നതിൽ തനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ സംശയിക്കുന്ന ഓർത്താണോ വിളിക്കാത്ത? ഞാനേ എന്റെ വിഷ്ണുവേട്ടനെ ഒരു രീതിയിലും സംശയിക്കില്ല. കാരണം എനിക്കറിയാം എന്റെ വിഷ്ണുവേട്ടനെ. ആണോ? അത്രയ്ക്ക് വിശ്വാസമാണോ? ആണെങ്കി എങ്കി വിശ്വാസം ഒന്നും അറിയണല്ലോ. മുറിവ് ഉണങ്ങിയിട്ടില്ല. ഇടോ, അതിനുള്ള മരുന്നാണ് ഞാനിപ്പോ തരാൻ പോകുന്നേ. പെട്ടെന്ന് മുറിവ് ഉണങ്ങാനുള്ള ഒരു മാന്ത്രിക മരുന്ന് ഇപ്പൊ കാണിച്ചുതരാം. രാഘവ് സാറേ, താനിപ്പോഴും കണക്ക് നോക്കിയിരിക്കുവാന്നോ? എന്തോടോ, ഇയാൾക്ക് വല്ല കണക്ക് പരീക്ഷയുണ്ടോ? എന്റെ പൊന്നു സാറേ, ആ പരുവത്തിനാ ആ രോഗത്ത് കുഞ്ഞു വന്ന് കേറിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എങ്ങും പോയില്ല. അവനെന്തു പറ്റി? എന്ത് പറ്റിയെന്നോ? ആരൊക്കെയോ ചേർന്ന് ഇടിച്ചൊരു പരുവാക്കിയാ വിട്ടിരിക്കുന്നത്. ഞാൻ വെള്ളമൊക്കെ ചൂടാക്കി കൊടുത്ത് കുളിച്ചിട്ട് കിടക്കുക.
ഇടിച്ചവർ കണ്ണും മൂക്കും നോക്കാതെ ഇടിച്ചൊരു പരുവക്കേടാക്കി കളഞ്ഞൂന്നേ. ഈശ്വര, ഞാൻ എന്തേ കേൾക്കുന്നേ? അവനെ ഹോസ്പിറ്റലിൽ മറ്റോ കൊണ്ടുപോകണോ? ഒരിടത്തേക്കും കൊണ്ടുപോകണ്ട, ഇപ്പൊ ഒന്ന് കിടക്കട്ടെ. നാളെ രാവിലെ വെറും വയറ്റില് 1-2 കോഴിമുട്ട വാട്ടി കൊടുക്കണം. ശരീരത്തിന് ഏറ്റ ഉളുക്കിനും ചതവിനും അത് ബെസ്റ്റാ. ഞാൻ ആ കിട്ടാനുള്ള പൈസയുടെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. മില്ലിൽ പോയതാ പ്രശ്നമായെന്ന് കേട്ടത്. മില്ലിപ്പോയതോ? ഹേ, ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഭാമേ? നീ പല കാര്യങ്ങളും രോഹിത്തിനെ ഏൽപ്പിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, വിഷ്ണു അല്ല രോഹിത്ത്. രോഹിത്തിന് വിഷ്ണുവിനെ പോലെ ആവാൻ സാധിക്കത്തില്ല എന്ന്. ശരിയാ സത്യാമേ, വിഷ്ണു കുഞ്ഞിന്റെ കൈമെടുക്കും തന്റെ ഇടവും രോഹിത് കുഞ്ഞിനില്ലല്ലോ. ജീവൻ തിരിച്ചിട്ട് തന്നെ ഭാഗ്യം. ശ്ശോ. ഭാമേ, നിന്റെ കണക്കൂട്ടിലൊക്കെ തെറ്റുവാണല്ലോ. ആരെങ്കിലും ഒരാൾ ഇടഞ്ഞ് കാശുരായിരുന്നാലേ അത് മറ്റുള്ളവർക്കും വഴിയാവും. വാലേ വാലേ അത് നമ്മുടെ ബിസിനസിനെ ബാധിക്കും. അതുകൊണ്ടേ എത്രയും പെട്ടെന്ന് രോഹിത്തിലൂടെ ഉണ്ടായ ക്ഷീണം പരിഹരിക്കണം. രാഘവേട്ടൻ പറഞ്ഞു വരുന്നത് എന്താ? ഉണ്ടായ പിഴവടയ്ക്കണമെന്ന്. കിട്ടിയ അടിയെ തിരിച്ചു കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഒന്നും പിന്നത്തേക്ക് ബാക്കി വെക്കരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയ്ക്ക് കുറവില്ലേ? തന്ന മരുന്ന് നന്നായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തരാം. പോയി. ആ എടുക്ക്. ആ രേഷ്മയായിരിക്കും. ഒരുപാട് കളിയൊക്കെ ഉണ്ട് കേട്ടോ. ഏയ്, അമ്മയാണല്ലോ. അമ്മ കോയമ്പത്തൂർ പാർട്ടിയാണോടാ വന്നിരിക്കുന്നത്? അല്ലിക്ക പണിക്കാരെയും കൊണ്ടുവരാന്ന് പറഞ്ഞ അവരാണോടാ? പണിക്കാരില്ല, പക്ഷെ പണിയും കൊണ്ടാ വന്നിരിക്കുന്നതെന്ന് പറ. മുതലാളി, പണിയും കൊണ്ട് വന്നിരിക്കുന്നവരാ. ചെല്ലടാ, ചെന്ന് മുതലും പലിശ വാങ്ങിച്ചിട്ട് വാ.